കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ആ പ്രതിഷേധത്തിനിടയിലാണ് വീണ ജോർജിന് പരിക്ക് പറ്റിയത് എന്നുള്ളതാണ്. ആ പരിക്ക് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതിൽ ഇപ്പോഴും KSUവും യൂത്ത് കോൺഗ്രസും എല്ലാം അതിനെ തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നടത്തിയ ഈ വ്യാജ ആരോപണത്തിന്റെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി എല്ലാം കലാപത്തിന് ആഹ്വാനം നടത്തിയതിന്റെ ഫലമായി ഇന്നലെ കണ്ണൂർ DCCക്ക് നേരെ ആക്രമണമുണ്ടായി. സംസ്ഥാന വ്യാപകമായി പലയിടത്തും CPMന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. അപ്പോൾ ഇതിന്റെ എല്ലാം തുടക്കം മന്ത്രിയുടെ വ്യാജ ആരോപണത്തിൽ നിന്നാണ്. അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഈ പറയുന്ന അഭിനയ റാണി ചമയാൻ വേണ്ടി നടക്കുന്ന ഈ വീണ ജോർജിനാണ്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് KSU പ്രവർത്തകരെ വേട്ടയാടാമെന്നൊരു ധാരണ കേരളത്തിലെ CPMന് വേണ്ട. ഇന്നലെ CPMന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം അതിലംസി എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെ കൊല്ലും, കുത്തും, വെട്ടും എന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലേക്കുള്ള വെല്ലുവിളികളൊക്കെ നടത്തുകയാണ്. ആ വെല്ലുവിളികളൊക്കെ കയ്യിൽ വെച്ചിരുന്നേച്ചാൽ മതി എന്ന് പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. KSU കേരളത്തിന്റെ ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ ആഭ്യന്തര മേഖലയും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലേക്കുള്ള വാർത്തകളെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ CPM നടത്തേണ്ടതില്ല എന്നാണ് KSUവിന് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതിൽ നിങ്ങൾ സമരത്തിൻ്റെ മെറിറ്റിനെ പറ്റിയോ ഡിമെറിറ്റിനെ പറ്റിയോ ഒന്നും വലിയ രീതിയിലേക്കുള്ള ചർച്ചാ വിഷയം ഒന്നും പോകേണ്ടതില്ല. ഇവിടുത്തെ വിഷയം എന്താണ്? കേരളത്തിൻ്റെ വിഷയം എന്ന് പറയുന്ന ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു. ഇന്ന് രാവിലെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് വന്ന രോഗിയുടെ തലയിൽ ചക്ക വീണിരിക്കുന്നു എന്ന തരത്തിലേക്ക് വാർത്ത വരികയാണ്. അതായത് സുരക്ഷിതമല്ലാത്ത കേരളത്തിൻ്റെ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളും എല്ലാം മാറുകയാണ്. ഒരു സാധാരണക്കാരായിട്ടുള്ള ആളിന് അവിടെ ഒരു രോഗമായിട്ട് ആശുപത്രിയിൽ ഇതാണ് KSUവിന്റെ, അതായത് ആരോഗ്യ മേഖലയിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇരമ്പുന്നത് എന്നതാണ് KSUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.